എപ്പോ വരണം എന്നൊക്കെ എനിക്കറിയാം. വാടക വീട്ടിൽ നിന്ന് ആഫീസിൽ പോകുമ്പോ 9:48 ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇവിടെ നിന്നാകുമ്പോ അത് പറ്റില്ല. 9:35 ഇറങ്ങിയാലേ 10 മണിക്ക് ആഫീസിലെത്താൻ പറ്റുള്ളൂ. അതും എനിക്കറിയാം. പുതിയ താമസക്കാർ വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അത് നല്ലതാ. ആള് താമസമില്ലാതെ കിടന്നാലേ വീട് നശിവും. ശരി സാറേ. നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് എനിക്ക് ആഫീസിൽ പോകാനും നിനക്ക് കോടതിയിൽ പോകാനും എളുപ്പമാണ്. പിന്നെ അവിടെ നമ്മൾ മാസം 4000 രൂപയാണ് വാടക കൊടുക്കുന്നത്. ഇവിടെ കിട്ടുന്നതോ 6500 രൂപ. മാസം 2500 രൂപ ലാഭം കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇതൊക്കെ ചുമ്മാ പറയാന്നല്ലേ ഉള്ളൂ മോഹനേട്ടാ. ഈ വീടിന് എന്തോ ദോഷമുണ്ടെന്ന് ഏതോ ഒരു പണിക്കര് പറഞ്ഞതിന്റെ പേരിലാണ് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടതെന്നൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. ആഹാ, എന്താ രാമൻകുട്ടി? അല്ല, ചെറിയൊരു വാർത്ത കേട്ടു. അത് സത്യമാണോന്നറിയാൻ. ഞാൻ വീട് മാറിയ വാർത്തയല്ലേ? അത് സത്യമാണ്. അത് ഞാൻ അറിഞ്ഞു സാർ. അതുകൊണ്ടാണല്ലോ ഈ ഫോണിൽ വിളിച്ചത്. പിന്നെന്ത് വാർത്ത? അല്ല, വക്കീല് അവിടെ ഉണ്ടോ സാറേ? ഉണ്ട്. ഉണ്ടോ? ഉണ്ടെന്നല്ലേ പറഞ്ഞത്. രാമൻകുട്ടിക്ക് എന്താ വേണ്ടത്? അല്ല, വക്കീലിനെന്തോ അപകടം പറ്റിയെന്നൊരു വാർത്ത കേട്ടു. എന്താ വേണം? അത് പിന്നെ വക്കീല് യാത്ര ചെയ്ത കാറ് ലോറിയിൽ ഇടിച്ചെന്നോ വക്കീല് മരിച്ചുപോയെന്നൊക്കെ. അത് ശരി. ഇതാരാ ചെയ്തെന്ന് വല്ല പിടിയുണ്ടോ? അതെന്തായാലും കൊള്ളാലോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. സംഗതി സത്യമാണ്. ഞാൻ കാർ അപകടത്തിൽ മരിച്ചുപോയി എന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചേട്ടാ, ഒരു കാര്യം പറഞ്ഞ വിശ്വസിക്കില്ല എന്ന് വെച്ചാൽ ഹലോ, അതെ ഉത്തമനാണ്. പുരുഷോത്തമ സാറേ, രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷം? വക്കീലോ? ആര് പറഞ്ഞേ? എന്റെ പുരുഷോത്തമ സാറേ, രാവിലെ മനുഷ്യനെ വടിയാക്കല്ലേ. ഒരു പ്രശ്നവും ഇല്ല. മോനെ സാർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ കുറച്ച് പണി നടക്കുന്നുണ്ട്. തൽക്കാലം സ്വന്തം വീട്ടിലേക്ക് അങ്ങ് മാറി. അതുകൊണ്ടാണ് വാടക വീട് പൂട്ടിയിട്ടിരിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നത് ശിശുപാലനോട്ട് എന്താ പറഞ്ഞത് പറ. ശിശുപാലൻ അറിയേണ്ടത് നീ എപ്പോഴാ മരിച്ചുപോയെന്നാ. എന്റെ ഈശ്വര, ഇതുപോലെ പുലിപോലായല്ലോ. ഇനിയിപ്പോ എന്താ മോനോട്ട് ചെയ്യാ? എന്ത് ചെയ്യാൻ? നിന്നെയും എന്നെയും പരിചയമുള്ള സകലരും വിളിക്കും. എല്ലാവരോടും നമ്മൾ സമാധാനം പറയേണ്ടി വരും. നമസ്കാരമുണ്ട് സാറേ. വക്കീലില്ലേ? വക്കീലിനെ കാണാനാണ് വന്നെങ്കിൽ ഉത്തമനെന്തിനാ സാറേ എന്ന് വിളിച്ചത്? അല്ല, അത് പിന്നെ സാറേ, വക്കീൽ ഇവിടെ ഉണ്ടോന്നൊരു സംശയം, അതുകൊണ്ടാണ്. പിന്നെ വക്കീൽ ഇവിടെ ഇല്ലേ സാറേ? എന്താ ഉത്തമ? ഭഗവാനെ, ആളിതാ നിൽക്കുന്ന ജീവനോടെ പച്ചയ്ക്ക്. എന്റെ വക്കീൽ ഉള്ളത് പറയാലോ. എല്ലാരോടും പറഞ്ഞപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. അയ്യേ, അത് ശുദ്ധ നുണയാണ്. ഞാനിപ്പോ വക്കീലിന്റെ അടുത്ത് നിൽക്കുകയല്ലേ. വക്കീൽ ഒരു പ്രശ്നമില്ല. ഇതൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥയാണ് ദിവാര. ഓ ശരി 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 ശരി. ഇതിപ്പോ 10-300 കോളായി. എന്നാൽ ഇത് ആരിത് ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി വിട്ടിട്ട് കാര്യമില്ല. വിളിക്കുന്നത് ആരായാലും ഇന്ന് അവന്റെ ആദ്യമായിരിക്കും. അതെ, വക്കീല് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഫേസ്ബുക്കിൽ വേറൊരു സംഭവം ഇട്ടാലോ? ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം. വില്ലേജ് ഓഫീസർ ആരുടെയെങ്കിലും തന്തയ്ക്ക് വിളിക്കുന്നതിന് മുന്നേ ആദ്യം ഞാൻ കോംപ്രമൈസ് ചെയ്യട്ടെ. എന്നാൽ ഇത് കുറച്ച് അക്രമമായിപ്പോയി കാഞ്ഞന സാറേ. ജീവിച്ചിരിക്കുന്ന ആളെ പറ്റി ഇമ്മാതിരി തോന്നിവാസം പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇട്ടവനെ അടിച്ച് അവിടെ പല്ല് താഴെ ഇടുക വേണ്ടത്. എന്റെ പ്രഭേ, ഇതിപ്പോ നമുക്ക് അറിയാന്നുള്ള ഒരാളായതുകൊണ്ട് നമുക്കതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. നെറ്റ്വർക്കിൽ വരുന്ന പല കഥകളും ഇത്തരം നുണകളാ. നിങ്ങളീ പറയുന്ന നെറ്റ്വർക്കൊന്നും എനിക്കറിയില്ല. എനിക്ക് കമ്പ്യൂട്ടറില്ല, മൊബൈലിൽ നിങ്ങൾ ഈ പറയുന്ന സൗകര്യമൊന്നും ഇതിനകത്തില്ല. എന്നാലും നാട്ടിൽ നടക്കുന്ന സകല കാര്യങ്ങളും എനിക്കറിയാം. എന്തുകൊണ്ടാ? ഞാൻ സ്ഥിരമായിട്ട് പത്രം വായിക്കുന്നവനാ. പത്രത്തിൽ വായിക്കേണ്ട വാർത്തകളൊക്കെ ഇമാതിരി നെറ്റ്വർക്കിൽ അന്വേഷിച്ച് പോകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും.